വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് പി എച്ച് പിയിൽ അറേ എന്താണെന്നുള്ളതാണ്. അറേ എന്താണ്, അല്ലെ അറേ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണയായി പി എച്ച് പിയിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് പഠിച്ചപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു സിംഗിൾ വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ അറേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അറേക്കകത്ത് നമുക്ക് ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡോളർ ഫ്രൂട്ട്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് ഒരു വാല്യൂ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബനാന എന്നാണ്. അതായത് ഇതാണ് നമ്മളൊരു സിമ്പിൾ ആയിട്ട് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു അറേ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡോളർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു ഈക്വൽ ടു അറേ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തു, ദെൻ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഡബിൾ കോട്ട്സിനകത്ത് കോമ ഇട്ട് എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് അവിടെ ബനാന എന്ന് കൊടുത്തു, ബനാന കോമ, അടുത്ത വാല്യൂ ആയിട്ട് ഓറഞ്ച്, അടുത്ത വാല്യൂ ആയിട്ട് ഗ്രേപ്പ്. അങ്ങനെ 3 വാല്യൂസ് നമ്മൾ ഈ ഒരു അറയില് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ഡോളർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു അറയില് ബനാന, ഓറഞ്ച്, ഗ്രേപ്പ് ഇങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി ഈ അറയ്ക്കകത്ത് നമ്മൾ വാല്യൂസ് ആക്സസ് ചെയ്യുന്നത് അതിന്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേക്ക് 0, 1, 2 ഇങ്ങനെയാണ് ഇതിന്റെ ഇൻഡെക്സ് വരുന്നത്. എപ്പോഴും സീറോയിൽ നിന്നായിരിക്കും ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബനാന എന്ന് പറയുന്നത് 0, ഓറഞ്ച് എന്ന് പറയുന്നത് 1, ഗ്രേപ്പ് എന്ന് പറയുന്നത് 2, അങ്ങനെയാണ് ഇതിന്റെ ഇൻഡെക്സ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഓരോ അറേയുടെയും വാല്യൂവിനെ ആക്സസ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിപ്പം ജസ്റ്റ് ബനാന എന്ന് പറയുന്ന വാല്യൂ എനിക്കൊന്ന് പ്രിന്റ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ എക്കോ ഡോളർ ഫ്രൂട്ട്സ് ഓഫ് 0, അതായത് ഡോളർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറേക്കകത്ത് 0th ഇൻഡെക്സിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ 0th ഇൻഡെക്സിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ബനാനയാണ്. ഞാനിവിടെ റൺ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ബനാന എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഓറഞ്ച് ആണ് പ്രിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 0 എന്നുള്ളത് 1 ആക്കുന്നു. ദെൻ നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് കിട്ടും. അതുപോലെ തന്നെ 2 ആണ് പ്രിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേപ്പ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂസ് മൊത്തത്തിൽ ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻഡെക്സ് വെച്ച് വിളിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ ഇൻഡെക്സ്ഡ് അറേ എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡെക്സ്ഡ് അറേ, ഇൻഡെക്സ്ഡ് അറേ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ അറേയിലെ വാല്യൂ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഫോർ ലൂപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അറേയുടെ വാല്യൂ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനുശേഷം നമ്മൾ ഈ അറേയിലുള്ള എലമെന്റിന്റെ കൗണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ ഈ അറേയിലുള്ള എലമെന്റിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 0, 1, 2. അപ്പം 0, 1, 2 മൊത്തം 3 ആണ് നമ്മുടെ ഈ അറേയിലുള്ള എലമെന്റിന്റെ കൗണ്ട്. നമുക്ക് ഈ കൗണ്ട് പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എക്കോ കൗണ്ട് ഓഫ് ഡോളർ ഫ്രൂട്ട്സ്, നമ്മുടെ അറേയുടെ പേര്. ഓക്കെ, അപ്പൊ നമ്മൾ എക്കോ കൗണ്ട് ഓഫ് ഡോളർ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അറേയുടെ കൗണ്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യും. 3 എന്ന് പറയുന്ന കൗണ്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യും. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഡബിൾ കോട്ട്സ് ഇട്ട് ഒരു വാല്യൂ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കൗണ്ട് 3 എന്നുള്ളത് 4 ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പം നമുക്ക് നോക്കാം ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അറയിലെ വാല്യൂ ആക്സസ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഫോർ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തു. ദെൻ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു, നമ്മുടെ കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്തു. ഡോളർ ഐ ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് നമ്മൾ കൗണ്ടർ ഇനീഷ്യലൈസ് ചെയ്തു. സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ അറേയുടെ കൗണ്ട് വരെയാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഡോളർ ഐ ലെസ് ദാൻ കൗണ്ട് ഓഫ്, അതായത് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അറേയുടെ കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് കൗണ്ട് എന്ന് പറയുന്നത്. കൗണ്ട് ഓഫ്
ഡോളർ ഫ്രൂട്ട്സ്. അതായത് ആ അറയുടെ കൗണ്ട് വരെ ആയിരിക്കും ആ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദെൻ നമ്മൾ അപ്ഡേറ്റ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യാനുള്ള വാല്യൂ കൊടുക്കുവാണ് ഡോളർ ഐ പ്ലസ് പ്ലസ്. ഐ ഇൻക്രിമെന്റ് ചെയ്തു. ദെൻ നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എക്കോ നമുക്ക് കിട്ടേണ്ടത് ഡോളർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറയുടെ 0th ഇൻഡെക്സിലെ വാല്യൂ ആണ് കിട്ടേണ്ടത്. സോ ഞാൻ ഡോളർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അറയിലെ ബനാന എന്ന് പറയുന്ന വാല്യൂ ആണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ കൊടുക്കുന്നത് എക്കോ ഡോളർ ഫ്രൂട്ട്സ്, അതായത് അറയുടെ പേര് ഡോളർ ഫ്രൂട്ട്സ് ഓഫ് ഏതാണ് നമുക്ക് കിട്ടേണ്ടത് 0th ഇൻഡെക്സിലെ വാല്യൂ ആണ്. അപ്പൊ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡോളർ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ ലൂപ്പ് രണ്ടാമത് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് കൗണ്ടർ വെച്ചിട്ട് അത് 1 ആയി മാറും. ദെൻ അത് 2 ആയി മാറും. അപ്പൊ ഈ ഐയുടെ വാല്യൂ എപ്പോഴും 0, 1, 2 എന്നും പറഞ്ഞ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്കിപ്പം 0യിലെ വാല്യൂ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ബനാന പ്രിന്റ് ചെയ്യും. 1 പ്രിന്റ് ചെയ്യുന്ന സമയത്ത് 1ന്റെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഓറഞ്ച് പ്രിന്റ് ചെയ്യും. 2 ആണെങ്കിൽ ഗ്രേപ്പ്, 3 ആണെങ്കിൽ കിവി. അങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു ലൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഡോളർ ഫ്രൂട്ട്സ് ഓഫ് ഡോളർ ഐ, അപ്പൊ ഐയുടെ വാല്യൂ നമ്മൾ ഓരോ തവണ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. സോ നമുക്കിപ്പോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബനാന, ഓറഞ്ച്, ഗ്രേപ്പ്, കിവി. അങ്ങനെ നമുക്ക് ഈ അറയിലുള്ള ഓരോ വാല്യൂസും ലൂപ്പ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ ലൈനിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു BR ടാഗ് ഇട്ട് കൊടുത്താൽ മതി. BR ടാഗ് ഇട്ട് കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബനാന, ഓറഞ്ച്, ഗ്രേപ്പ്, കിവി, ഇങ്ങനെ ഈ വാല്യൂസ് എല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഇതിന്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഇൻഡെക്സ്ഡ് അറേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു അറേ ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന്റെ പേരാണ് അസോസിയേറ്റീവ് അറേ. അസോസിയേറ്റീവ് അറേ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് അസോസിയേറ്റീവ് അറേ എന്നാണ്. അസോസിയേറ്റീവ് അറേ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ടാണ് വാല്യൂ ആക്സസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മളൊരു കീ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ളതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഒരു കുറച്ച് കൺട്രീസിനെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു അറേ വെച്ച് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഡോളർ കൺട്രി. നമ്മൾ കൺട്രി എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് കൺട്രി ഈക്വൽ ടു അറേ ഓഫ്, അവിടെയും നമ്മൾ നമ്മുടെ വേരിയബിൾ അറേ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഇതിനകത്ത് കീ വെച്ചിട്ടാണ് വാല്യൂ ആക്സസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് കീ ആണ്, IN എന്നുള്ള കീ നമ്മൾ കൊടുത്തു. ദെൻ ഇംപ്ലൈസ് നമുക്ക് അതിന്റെ വാല്യൂ INDIA ഇന്ത്യ എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. ദെൻ കോമ, അടുത്തത് ഈ SL ശ്രീലങ്ക എന്നുള്ളതിന്റെ കീ ഞാൻ കൊടുത്തു. ദെൻ ഇംപ്ലൈസ് എന്നാണ് നമ്മൾ ഈ ഒരു സിമ്പിളിന് പറയുന്നത്, ശ്രീലങ്ക. അങ്ങനെ നമ്മൾ രണ്ട് വാല്യൂസ് ഉള്ള രണ്ട് കീയും ആ ഓരോ കീക്കും നമ്മൾ ഓരോ വാല്യൂസും കൊടുത്തിട്ടുള്ള ഒരു അറയാണ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് ഈ അറയിലുള്ള വാല്യൂ, അസോസിയേറ്റീവ് അറയിലുള്ള വാല്യൂസ് നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ PHP നമ്മൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു ലൂപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അറയിലുള്ള വാല്യൂസിനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന ഒരു കീവേഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഈച്ച്, നമ്മുടെ അറയുടെ പേരെന്താണ്, ഡോളർ കൺട്രി. കൺട്രി എന്ന് പറയുന്ന അറയിലെ വാല്യൂസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഡോളർ കൺട്രി ആസ് ഡോളർ സി എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിന്റെ അകത്ത് നമ്മൾ ലൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് വരാൻ പോകുന്നത് ഇതിന്റെ കീ ആയിരിക്കും. അതായത് നമ്മുടെ IN SL എന്ന് പറയുന്ന ഈ രണ്ട് കീയും എവിടെ വരും, ഡോളർ സിക്കകത്ത് വരും. ദെൻ ഇംപ്ലൈസ് നമ്മുടെ വാല്യൂ ഡോളർ സി വാല്യൂവിനകത്ത് വരുന്നത് ഇന്ത്യ, ശ്രീലങ്ക എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ആയിരിക്കും. ശ്രദ്ധിക്കണം, ഡോളർ സി എന്ന് പറയുന്ന കീക്കകത്ത് വരുന്നത് IN-ഉം SL-ഉം ആയിരിക്കും. അതായത് ആ അറയുടെ കീ ആണ്. സി വാല്യൂ എന്നുള്ളതിന്റെ അകത്ത് വരുന്നത് ശ്രീലങ്ക എന്നുള്ളതും ഇന്ത്യ എന്നുള്ളതുമാണ്. സെയിം വേ നമ്മളൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഞാനിവിടെ എക്കോ ഡോളർ സി എന്നും പറഞ്ഞ് കൊടുക്കുമെന്ന് വെച്ചു. ഡോളർ സി എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു, BR കൊടുത്തു കഴിഞ്ഞാൽ
VR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഇതിപ്പോ റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് INSL, അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഡോളർ സിക്കകത്തുള്ളത് നമ്മുടെ കീ ആണെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് സി വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ശ്രീലങ്ക, ഇന്ത്യ എന്നുള്ള വാല്യൂസ് ആയിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഇൻഡെക്സ്ഡ് അറേയും അസോസിയേറ്റീവ് അറേ എന്താണെന്നും അതിൽ നിന്ന് വാല്യൂ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.